Question number 13. Which of the following functions are decreasing on open interval 0 pi by 2? A. Cos x, B. Cos 2x, C. Cos 3x and D. Tan x. അപ്പോൾ നമുക്ക് ഓരോ കേസിലും അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ നോക്കണം. അപ്പോൾ ടേബിൾ നോക്കിയാൽ ആദ്യത്തെ കോസ് എക്സ് എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് സൈൻ എക്സ്. ഇനി ഓപ്പൺ ഇൻ്റർവൽ 0 പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ എക്സ് പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്. ദെർഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. അപ്പോൾ ഡിക്രീസിങ് ആണ്. ഇനി സെക്കൻഡ് എടുത്തു കോസ് 2x, അതിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് 2 സൈൻ 2x. ഇനി എക്സ് ഓപ്പൺ ഇൻ്റർവൽ 0 പൈ ബൈ 2 ആണെങ്കിൽ 2x ഓപ്പൺ ഇൻ്റർവൽ 0 പൈ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ആണ് വരിക. അപ്പോൾ സൈൻ 2x എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതിൻ്റെ കൂടെ നെഗറ്റീവ് 2 മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ദെർഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. ഇനി സി കോസ് 3x, ഡെറിവേറ്റീവ് അതിൻ്റെ നെഗറ്റീവ് 3 സൈൻ 3x ആണ്. ഇനി 3x എന്ന് പറയണത് ഓപ്പൺ ഇൻ്റർവൽ 0 3 പൈ ബൈ 2ലാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, പിന്നെ തേർഡ് ക്വാഡ്രൻറ്റ്. അതിൽ 0 പൈ ബൈ 3 എന്നുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. കാരണം ഓർഡേർഡ് പെയർ 0 പൈ ബൈ 3ൽ എടുക്കുമ്പോൾ സൈൻ 3x എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റും വരും സെക്കൻഡ് ക്വാഡ്രൻറ്റും വരും. അപ്പോൾ പോസിറ്റീവാണ്. അതിൻ്റെ കൂടെ നെഗറ്റീവ് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. ദെർഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0 പൈ ബൈ 3. അതുപോലെ ഓപ്പൺ ഇൻ്റർവൽ പൈ ബൈ 3 തൊട്ട് പൈ ബൈ 2 വരെ എടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഹോൾ ഇൻ്റർവൽ എടുക്കുമ്പോൾ അത് ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. ഇനി ഡി ടാൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. അത് ഓപ്പൺ ഇൻ്റർവൽ 0 പൈ ബൈ 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സീക്ക് സ്ക്വയർ എക്സ് പോസിറ്റീവാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഡിക്രീസിങ് ആയിട്ടുള്ളത് ഏതൊക്കെ ഫങ്ഷൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണമായിരിക്കും. കോസ് എക്സും കോസ് 2x ആണ് ഡിക്രീസിങ് ഫങ്ഷൻസ്. 14th question. The interval in which f of x equal to x square into e raised to minus x is increasing is A. Open interval minus infinity infinity, B. Open interval minus 2 0, C. Open interval 2 infinity, D. Open interval 0 2. അപ്പോൾ ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എഴുതാം എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇൻറ്റു 2x. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പ്രൊഡക്റ്റ് റൂളാണ്. കോമൺ ആയിട്ടുള്ള എക്സ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് എക്സ് പ്ലസ് 2 എന്ന് വരും. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ ടേണിംഗ് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 2 ആണ്. ഈ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഹോൾ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റീനെ 3 സബ് ഇൻ്റർവെൽസ് ആക്കി ഡിവൈഡ് ചെയ്യാം. മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി 0, ഓപ്പൺ ഇൻ്റർവൽ 0 2, ഓപ്പൺ ഇൻ്റർവൽ 2 ഇൻഫിനിറ്റി. ഇനി ആദ്യത്തെ ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ നോക്കാം. ഇൻ ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി 0 എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. കാരണം നമ്മൾ എക്സിന് നെഗറ്റീവ് 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1 ഇൻറ്റു 3 വിച്ച് ഈസ് ലെസ് ദാൻ 0. ദെർഫോർ ഇൻ ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി 0 എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0, ഹെൻസ് എഫ് ഈസ് ഡിക്രീസിങ്. ഇനി സെക്കൻഡ് ഇൻ്റർവൽ ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0 2 നമുക്കതിൽ എക്സിൻ്റെ വാല്യൂ 1 കൊടുത്ത് നോക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 1 ബൈ ഇ എന്ന് വരും. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, ഹെൻസ് എഫ് ഇസ് ഇൻക്രീസിങ്. ഇനി മൂന്നാമത്തെ ഇൻ്റർവൽ ഇൻ ഓപ്പൺ ഇൻ്റർവൽ 2 ഇൻഫിനിറ്റി നമുക്ക് എക്സിന് 3 എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് 3 ഇൻറ്റു നെഗറ്റീവ് 1 ഡിവൈഡഡ് ബൈ ഇ ക്യൂബ് എന്ന് വരും. അപ്പോൾ അതെന്തായാലും ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ 2 ഇൻഫിനിറ്റി എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0, ദെർഫോർ എഫ് ഈസ് ഡിക്രീസിങ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെലാണ്. അപ്പോൾ റിക്വയർഡ് ഇൻ്റർവെൽ ഇസ് ഓപ്പൺ ഇൻ്റർവൽ 0 2.
Question number 15. Find the values of x for which y equal to x into x minus 2 whole square is an increasing function. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈന്ന് സ്റ്റാർട്ട് ചെയ്യുക. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ദെൻ ഡിഫറൻഷ്യേറ്റിംഗ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 2x ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇനി അതിൽ കോമൺ ആയിട്ടുള്ള 2x എക്സ് മൈനസ് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് പ്ലസ് എക്സ് മൈനസ് 2 ദാറ്റ് ഈസ് 2x ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു 2x മൈനസ് 2. ഞാൻ ലാസ്റ്റ് ഫാക്ടറിൽ 2 ഔട്ട് സൈഡ് എടുത്താൽ 4x ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂസ് കാണണം. dy by dx equal to 0 implies x is equal to 0, 1, 2. ഇനി ഈ 3 വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഹോൾ ഇൻ്റർവെലിനെ 4 സബ് ഇൻ്റർവെലാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇൻ്റർവെല്ലിലും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ഇൻ്റർവെൽ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 0 എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആണെന്നുള്ള വാല്യൂ എങ്ങനെയും ഡി വൈ ബൈ ഡി എക്സിൽ കൊടുത്തു നോക്കിയാൽ മതി. അതേപോലെ അടുത്ത ഇൻ്റർവെൽ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0, 1 ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ y ഈസ് ഇൻക്രീസിങ്. ഇനി ഓപ്പൺ ഇൻ്റർവെൽ 1, 2ൽ എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ y ഈസ് ഡിക്രീസിങ്. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 2 ഇൻഫിനിറ്റി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ 0. therefore y ഈസ് ഇൻക്രീസിങ്. thus y ഈസ് ഇൻക്രീസിങ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈസ് നൈദർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ -1, 1. നമ്മൾ മറ്റേ സ്റ്റെപ്സ് തന്നെ ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. എഫ് ഡാഷ് ഓഫ് എക്സ് 2x മൈനസ് 1 വരും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1/2 വരും. ഇനി അത് യൂസ് ചെയ്തിട്ട് ഇൻ്റർവെൽസ് കണ്ടുപിടിക്കണം. കൺസിഡർ ഇൻ്റർവെൽസ് ഓപ്പൺ ഇൻ്റർവെൽ -1, 1/2 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ 1/2, 1. ഇനി ആദ്യത്തെ ഇൻ്റർവെല്ലിൽ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -1, 1/2 എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സിമ്പിൾ നോക്കുക. അത് വാല്യൂ 0 കൊടുത്താലും മതി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 വരും. therefore എഫ് ഇസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇനി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 1/2, 1. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3/4 അങ്ങനെ കൊടുക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. therefore എഫ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഹോൾ ഇൻ്റർവെൽ -1, 1 എടുക്കുമ്പോൾ ഫങ്ഷൻ ഇസ് നൈദർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്ന് കിട്ടും.